വാർത്തയിലേക്ക്. ജില്ലയിലെ ഏക വനിതാ എയ്ഡഡ് കോളേജായ പാലക്കാട് മെഴ്സി കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഒക്ടോബർ 5-ന് നടക്കും. 1964 പ്രീ ഡിഗ്രിയുമായി ആരംഭിച്ച മേഴ്സി കോളേജിൽ നിലവിൽ 13 മേജർ കോഴ്സും 31 മൈനർ കോഴ്സും 12 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുമുണ്ടെന്ന് ഡോക്ടർ സിസ്റ്റർ ജോറി TF വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 23-24 ദിവസങ്ങളിൽ നിങ്ങൾ ISRO എക്സിബിഷനാണ് ഉദ്ദേശിക്കുന്നത്. ISRO എക്സിബിഷൻ അവരിവിടെ വന്ന് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ എക്സിബിഷൻ നടത്തും. പുറത്തുള്ള ബാക്കി എല്ലാ സ്റ്റുഡൻസിനും പബ്ലിക്കിനെല്ലാം വന്ന് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളവിടെ ചെയ്യുന്നുണ്ട്. കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വകുപ്പുകൾ പല വിധത്തിലുള്ള സ്റ്റോളുകൾ വെച്ചിട്ടൊരു എക്സ്പോ നടത്തുന്നുണ്ട്. 27, 28 2 ദിവസത്തെ പരിപാടിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ ഷാഫി പറമ്പിൽ, അതുപോലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര അവരെ അധ്യക്ഷത വഹിച്ചിട്ട് ശ്രീ ഷാഫി പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഈ എക്സ്പോ പരിപാടിക്ക്. നാടോടി കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. പഴയ കലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ അത് അരങ്ങേറും. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സംഗീതജ്ഞനും ഗായകനുമായ KS ഹരിശങ്കർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സെപ്റ്റംബർ 23 മുതൽ 28 വരെ നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് വജ്ര ജൂബിലിക്ക് സമാപനമാവുന്നത്. SRO നേരിട്ട് നടത്തുന്ന എക്സിബിഷൻ, സാമ്പത്തിക ശാസ്ത്ര വിഭാഗം നടത്തുന്ന കൊലോഗി, ഡിബേറ്റ് ഇംഗ്ലീഷ് വിഭാഗം നടത്തുന്ന ഇംപ്രഷൻ ഫോട്ടോ പ്രദർശനം, സസ്യശാസ്ത്ര വിഭാഗം നടത്തുന്ന മെഡിക്ക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റാളുകൾ, ജന്തുശാസ്ത്ര വിഭാഗം നടത്തുന്ന വെച്ചേഴ്സ്, സോഷ്യൽ വർക്ക് വിഭാഗം നടത്തുന്ന ആർട്ടിസിറ്റി തുടങ്ങിയ എക്സ്പോയും പ്രഭാഷണങ്ങളും ഒരാഴ്ചയിലായി നടക്കും. കലാകായിക മത്സരങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. നിർധനരായ വിദ്യാർത്ഥികളുടെ വീടുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനൊപ്പം നിരവധി സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടപ്പിലാക്കി. ജില്ലാശുപത്രിയിലെ അത്യാഹിത വിഭാഗങ്ങൾക്ക് ആധുനിക ഉപകരണങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി കൈമാറും. മാനവസേവ, ഈശ്വരസേവ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കോളേജിൽ നിലവിൽ 2000-ഓളം വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ടെന്നും പ്രിൻസിപ്പൽ ജോറി പറഞ്ഞു. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രേഖ വാസുദേവൻ, PTA പ്രസിഡന്റ് A ഭവജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.